ഞങ്ങളുടെ സന്നിധിയിൽ വചനം കഴിക്കുവാനായിട്ട് വചനം കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ വചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവ് അത് കേൾക്കുക മാത്രമല്ല അത് പ്രവർത്തിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുനാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ മലയാളം സർവീസിൽ വചനവുമായിട്ട് നിൽക്കാൻ ലഭിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് സെക്കറിയ പ്രവചനത്തിന്റെ പുസ്തകത്തിൽ നിന്നും ഷെയർ ചെയ്തത് ഓർക്കുന്നു. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ക്വൈറ്റൈറ്റിൽ എടുക്കുന്നത് കൊണ്ട് അതിനോടനുബന്ധിച്ച് വായിച്ചപ്പോൾ മനസ്സിൽ വന്ന കുറച്ച് ചിന്തകൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹഗായി പ്രവചനത്തിന്റെ പുസ്തകം ആണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. സെക്കറിയാവും ഹഗായിയും ഒരേ സമയത്ത് ഇസ്രായേലിൽ യഹൂദയിലും യെരുശലേമിലും പ്രവചനം നടത്തിക്കൊണ്ടിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു. ഹഗായി പ്രവചനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദാരിയവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗായി പ്രവാചകൻ മുഖാന്തരം. സെക്കറിയാവിന്റെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദാരിയവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദോ പ്രവാചകന്റെ മകനെ. അപ്പോ ഇത് രണ്ടും ഒരേ വർഷം 1-2 മാസത്തിന്റെ ഗ്യാപ്പിൽ നടക്കുന്ന പ്രവചനങ്ങളാണ് എന്നുള്ള കാര്യം നാം. ആരാണ് കിങ് ഡാരിയസ് അല്ലെങ്കിൽ ദാരിയവേശ് രാജാവ് ആരാണ്? നമ്മളത് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് 3 രാജാക്കന്മാരെ കുറിച്ചാണ്. ആദ്യം സൈറസ് എന്ന ഒരു കിങ്, പിന്നെ അത് കഴിഞ്ഞുള്ള ബെൽഷസർ ഒരു രാജാവ്, 3-ാമതാണ് നമ്മൾ ദാരിയവേശ് രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 31 മുതൽ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മേദ്യനായ ദാരിയവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാരിയവേശിനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദാരിയവേശ് രാജാവ് ബാബിലോൺ ഇസ്രായേൽ മക്കള് വളരെയധികം തെറ്റി ഒഴിഞ്ഞ് പോയ സാഹചര്യത്തിൽ ബാബിലോൺ വന്ന് ആക്രമിക്കുകയും ഇസ്രായേലിയരെ അല്ലെ യഹൂദയിലെ ജനങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ചാണ് ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവരെല്ലാവരും രാജധാനിയിലേക്ക് വരികയും എല്ലാം നമ്മൾ കാണുന്നത്. അതിനുശേഷം മേദ്യനായ പാഴ്സി രാജാവ്, ബാബിലോൺ കിങ്ഡം താഴെ വീഴുകയും അതിനുശേഷം പേർഷ്യൻ രാജാക്കന്മാർ വരികയും അതിലൊരു രാജാവായിരുന്നു ദാരിയവേശ് രാജാവ്. ഈ ദാരിയവേശ് രാജാവിന്റെ സമയത്ത്, അതിനു മുമ്പ് സൈറസ് രാജാവിന്റെ സമയത്ത് കുറച്ചു പേർ തിരികെ 70 വർഷക്കാലം കഴിഞ്ഞിട്ട് കുറച്ചു പേർ തിരികെ യഹൂദയിലേക്കും യെരുശലേമിലേക്ക് വരികയും യെരുശലേം ദേവാലയം വീണ്ടും പണിയുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ എല്ലാം പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതെല്ലാം വായിക്കുന്നത് എസ്രാ പ്രവചനത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഏകദേശം കണ്ടംപററീസ് ആയിട്ടുള്ള പ്രവാചകന്മാരായിരുന്നു. എസ്രാ പ്രവചനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ സെരുബ്ബാബേൽ, യോശുവ എന്നീ വ്യക്തികളോടാണ് പ്രധാനമായിട്ട് ഈ പ്രവചനങ്ങൾ നടക്കുന്നത്. നമ്മൾ ഹഗായി പ്രവചനത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഹൂദ ദേശാധിപതിയായി ശെൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായത്. അപ്പൊ ഹഗായി പ്രവചനം പ്രധാനമായിട്ട് നടക്കുന്നത് 2 വ്യക്തികളോടാണ്, സെരുബ്ബാബേലിനോടും സെരുബ്ബാബേൽ എന്ന ദേശാധിപതി അല്ലെ ഗവർണറിനോടും യോശുവ എന്ന മഹാപുരോഹിതനോടുമാണ് പ്രവചനം. അതോടൊപ്പം തന്നെ റെമനന്റ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികൾ. ഈ
ഈ വ്യക്തികളോടാണ് പ്രധാനമായിട്ടും പ്രവചനം നടക്കുന്നത്. അപ്പോൾ എസ്രാ 1:1 നമ്മൾ വായിക്കുന്നു, ഇരമ്യ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരേഷിന്റെ 1-ാം ആണ്ടിൽ യഹോവ. അപ്പോൾ കോരേഷ്, സൈറസ് എന്ന കിങ്ങിന്റെ ആ കാലയളവിലാണ് ആദ്യത്തെ കൂട്ടം ആൾക്കാർ തിരികെ യെരുശലേമിലേക്ക് പോകുന്നത്. 2:2 നമ്മൾ വായിക്കുന്നു, സെരുബ്ബാബേലിനോട് അതിനുശേഷം സെരുബ്ബാബേലും യോശുവയും വന്ന് ഇതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുകയും ചെയ്തു. അതിനുശേഷം 3:2 നമ്മൾ വായിക്കുന്നു, എസ്രാ പ്രവചനം 3:2, യോസാദാക്കിന്റെ മകനായി യോശുവയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ശെൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലും അവന്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ യാഗപീഠം. ആദ്യം ഓൾട്ടർ അല്ലെങ്കിൽ യാഗപീഠം എല്ലാം പണിത് പുനർനിർമ്മിക്കുകയാണ് ആദ്യമായിട്ട് ശെൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലും യോശുവയും ചെയ്തു. 3:7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, അവർ കൽപ്പണിക്കാരും ആശാരികൾക്കും ദ്രവ്യമായിട്ടും പാഴ്സി രാജാവായ കോരേഷിന്റെ കൽപ്പന പ്രകാരം ലെബാനോനിൽ നിന്ന് ദേവദാരു കടൽ വഴി യഹോവയിലേക്ക് കൊണ്ടുവരേണ്ടതിന് സീദോന്യർക്കും സോര്യർക്കും ഭക്ഷണവും പാനീയവും എണ്ണയുമായിട്ടും കൂലി കൊടുത്തു. ഇതെല്ലാം വെച്ച് യെരുശലേമിന്റെ ദേവാലയം രണ്ടാമത് 2 മാസം കൊണ്ട് ശെൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലിന്റെയും യോശുവയുടെയും ഇതില് വീണ്ടും പണിയുകയാണ്. 3:10 ഫൗണ്ടേഷൻ, അടിസ്ഥാനം പൂർണ്ണമായിട്ട് പണിയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ 4-ാം അധ്യായം എസ്രാ പ്രവചനം 4:4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി. 5 പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിന് അവർ പാഴ്സി രാജാവായ കോരേഷിന്റെ കാലത്തൊക്കെയും ദര്യാവേശിന്റെ വാഴ്ചയുടെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത്. ഇപ്പോൾ ഒരു ഡിസ്കറേജ്മെന്റ്, ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഒത്തിരി രീതിയിൽ ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരും. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം 16 വർഷം ഫൗണ്ടേഷൻ, അടിസ്ഥാനം വരെ പണിത ഒരു ദേവാലയം, അതിനുശേഷം ഈ ഡിസ്കറേജ്മെന്റ്, ഡിസപ്പോയിന്റ്മെന്റും എല്ലാം കാരണം 16 വർഷം ഈ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. 4:24 നമ്മൾ വായിക്കുന്നത്, അങ്ങനെ യെരുശലേമിലെ ദേവാലയത്തിന്റെ പണി മുടങ്ങി. പാഴ്സി രാജാവായ ദാരിവേശ് വാഴ്ചയുടെ 2-ാം ആണ്ട് വരെ പണി മുടങ്ങിക്കിടന്നു. അപ്പോ വീണ്ടും ദാരിവേശ് രാജാവിന്റെ 2-ാമത്തെ ആണ്ടിലാണ് ഈ ഹഗായി പ്രവചനം സംഭവിക്കുന്നത്. ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. തടസ്സപ്പെട്ട് ദേവാലയത്തിന്റെ പണി തടസ്സപ്പെട്ട്, പുനർനിർമ്മാണം തടസ്സപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഹഗായി പ്രവാചകനും സെഖര്യാവും, ഒരു പരിധി വരെ സെഖര്യാവും വന്ന് അവിടെയുള്ള ആൾക്കാരെ വളരെയധികം എൻകറേജ് ചെയ്യുകയാണ് ദേവാലയം പുനർനിർമ്മിക്കുന്നത്. സെരുബ്ബാബേലിനോടും യോശുവയോടും ബാക്കിയുള്ള യഹൂദയിലും യെരുശലേമിലുമുള്ള ബാക്കി തിരിച്ചു വന്ന ആ വ്യക്തികളോടും കൂടെ അവരോട് എല്ലാവരോടും എൻകറേജ് ചെയ്ത് സംസാരിക്കുകയാണ് ഹഗായി പ്രവചനം. ഈ ഹഗായി പ്രവചനത്തിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്ന ഒരു പ്രയോഗമാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അറിയിച്ചിട്ടുണ്ട്. സെഖര്യാവിന്റെ പ്രവചനത്തിലും നമുക്ക് കാണാവുന്ന ഒരു കാര്യം. അത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 5 കാര്യങ്ങൾ ഈ പ്രവചനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അറിയിച്ചിരുന്നു. 5 പ്രോമിസസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മളോടും ദൈവം വളരെ ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കതിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം. 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, ഹഗായി പ്രവചനം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞ് പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അനുഭവം തരുന്നതുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞ് പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അനുഭവം തരുന്നതുമില്ല. Because of you, heavens withhold dew and earth produces no crops. അവര് നോക്കുമ്പോൾ
പണി വളരെയധികമായിട്ട് മുടങ്ങി കിടക്കുന്നു. അവര് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് തിരികെ വന്നുവെങ്കിലും കാര്യങ്ങൾ അത്ര വെടിപ്പായിട്ട് നടക്കുന്നില്ല. അവർക്ക് വളരെയധികം പ്രയാസങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പഠനം ചെയ്തിട്ടും പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. ഞാൻ പഠനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പാനം എന്നുള്ളത് പഠനം എന്ന് വായിച്ചു. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലിവാണ്. വളരെയധികം കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുകയാണ്. അവർ പാനം ചെയ്യുന്നു, ഭക്ഷണം ചെയ്യുന്നു, അവർ തൃപ്തി വരുന്നില്ല, വിതച്ചിട്ട് അവർക്ക് അല്പമേ ലഭിക്കുന്നുള്ളൂ, കൊയ്യാൻ പറ്റുന്നുള്ളൂ, അവർക്ക് വസ്ത്രം ധരിച്ചിട്ടും കുളിർ മാറുന്നില്ല. അവര് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ ഒന്നും അവർക്ക് അങ്ങോട്ടൊരു തൃപ്തി വരുന്നില്ല. യു ആർ വർക്കിംഗ് ഹാർഡ് ബട്ട് നത്തിങ് ഈസ് ഫാളിങ് ഇൻ ടു പ്ലേസ്. എവറിത്തിങ് is wrong somewhere. എന്തോ ഒരു പ്രശ്നം എവിടെയൊക്കെയോ ഉണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് വൃത്തിയായിട്ട് സംഭവിക്കുന്നില്ല, മെനയായിട്ട് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായി. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ദൈവ വിഷയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്വന്തമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവര് തിരികെ വന്നു, അവര് ദേവാലയം വീണ്ടും പണിയുവാനായിട്ട് തുടങ്ങി, അടിസ്ഥാനം വരെ ഇട്ടു. പക്ഷെ 16 വർഷത്തോളം ഒന്നും സംഭവിക്കാതെ അത് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ലക്ഷൂറിയസ്, ഇംഗ്ലീഷിൽ വായിക്കുന്നത് ലക്ഷൂറിയസ് ഹൗസസ്, അവർക്ക് വേണ്ടിയിട്ട് ലക്ഷൂറിയസ് ഹൗസസ് ഉണ്ടാക്കുന്നു, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി അതിന്റെ ഫലം അവർക്ക് ലഭിക്കുന്നില്ല. അതിന്റെ ഒരൊറ്റ കാരണം ദൈവം ഇവിടെ പറയുന്നത്, ദൈവത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് നമ്മൾ ദൈവത്തിന് കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വ്യർത്ഥമാകും എന്നാണ് പ്രവചനം. നമ്മുടെ ചർച്ചിൽ എന്തൊക്കെ മീറ്റിംഗ്സ് ആണ്, ഞാൻ അത് ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തേഴ്സ്ഡേ മീറ്റിംഗിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പുതിയ സ്പീക്കർ വന്നപ്പോൾ തേഴ്സ്ഡേ ബൈബിൾ സ്റ്റഡി ചർച്ച് നിറഞ്ഞിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവവചനം കേൾക്കുവാൻ നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ പറ്റുവാണെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നമ്മൾ പറ്റുവാണെങ്കിൽ സാഹചര്യം ഒത്തു വന്നാൽ ഉറക്കം വന്നില്ല എങ്കിൽ ബൈബിൾ സ്റ്റഡികൾക്ക് അറ്റൻഡ് ചെയ്യും. രാവിലെയും വൈകിട്ടും ഇവിടെ ബൈബിൾ സ്റ്റഡി ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. അതിരാവിലെ 6 മണിക്ക് പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും, എവറി ഡേ. സിസ്റ്റേഴ്സ് മീറ്റിംഗ് ശനിയാഴ്ചയാണ്. എത്രത്തോളം സീരിയസ് ആയിട്ട്, ഈ പറയുന്ന ഞാൻ പോലും ഇതിനെ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ദൈവവചനം കേൾക്കാനുള്ള ഒരു അവസരം, അത് നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കും. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ വളരെ ബിസിയാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അതൊക്കെ സംബന്ധിച്ചു. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ, അവർക്കും ഉണ്ട് റെസ്പോൺസിബിലിറ്റീസ്. അവർ പക്ഷേ അത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് റെഗുലർ ആയിട്ട് അവരത് ചെയ്യും. നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്? ദൈവ വിഷയത്തിൽ ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൊടുക്കാതെ നമ്മളുടെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളായി നമ്മുടെ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ അൾട്ടിമേറ്റ്ലി നമുക്ക് ഫലം ലഭിക്കണമെന്നില്ല. പ്രിയമുള്ളവർ, ഈ പ്രവാചകൻ പറയുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷൂറിയസ് വീടുകളിൽ പുതുതായിട്ട് പണിയുവാനും തട്ടിട്ട വീടുകൾ പണിയുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത് ചെയ്യുന്നു, നിങ്ങൾ വിതയ്ക്കുന്നു, നിങ്ങൾ ഭക്ഷിക്കുന്നു, നിങ്ങൾ പാനം ചെയ്യുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഇതൊന്നും തൃപ്തി വരുന്നില്ല. കുഞ്ഞുങ്ങളാണെങ്കിൽ ഒത്തിരി പഠിക്കുന്നു, പക്ഷെ അവർക്ക് അൾട്ടിമേറ്റ്ലി മാർക്ക് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യം മറന്നു പോകുമ്പോഴത്തേക്ക് സ്കൂളിൽ ചെന്ന് ടീച്ചറിന്റെ വഴക്ക് കിട്ടും. എന്തുകൊണ്ടാണ്? ദൈവ കാര്യങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മുടെ കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുത്താൽ തൃപ്തി വരികയില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം.
അവന്റെ രാജ്യം, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കും, ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്താണ് ഈ ഇതൊക്കെയും? ഇതൊക്കെയും എന്താണ്? അതിന് മുമ്പ് നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താണ് ഈ ഇതൊക്കെയും? ഇതൊക്കെയും കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ? മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്താണ് ഈ ഇതൊക്കെയും? എന്താണ് അതിന് മുമ്പ് പറയുന്നത്? നിങ്ങൾ എന്തുടുക്കും? 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും. നമ്മുടെ ബേസിക് നീഡ്സ് അല്ലെ? ഇതല്ലേ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. വാട്ട് ഷുഡ് ഐ ഈറ്റ്, വാട്ട് ഷുഡ് ഐ ഡ്രിങ്ക്, വാട്ട് ഷുഡ് ഐ വെയർ. ബേസിക് കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും. നമുക്ക് താമസിക്കാനുള്ള വീട്, നമ്മുടെ കടഭാരങ്ങൾ ഉണ്ടെങ്കിൽ അത് ടേക്ക് കെയർ ചെയ്യാനുള്ള കാര്യം, നമ്മുടെ പഠന കാര്യങ്ങള്, നമ്മളുടെ ജോലിയുടെ ആവശ്യങ്ങള്, നമുക്ക് ആവശ്യമുള്ള പണം, ഇതെല്ലാം ദൈവം നോക്കിക്കോളും. നമ്മുടെ ഡേ ടു ഡേ നീഡ്സിന്റെ കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. നാം ഈ പരിശ്രമിക്കുന്ന കാര്യങ്ങൾ അല്ലെ, നമ്മൾ ബാക്കി ഈ നെട്ടോട്ടം ഓടുന്ന കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കോളും. എപ്പോഴാ? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. Seek ye first the kingdom of God and all these things shall be added unto you. ഒന്നാമതായിട്ട് ദൈവം പറയുന്ന കാര്യം ഇതാണ്, നാം ഓരോരുത്തരും ദൈവകാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ദൈവകാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക. ബാക്കി ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ, നീഡ്സ് എല്ലാം ദൈവം ടേക്ക് കെയർ ചെയ്തു. മത്തായി 7:24 ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീട്ടിന്മേൽ അലച്ചു. എന്ത് പ്രശ്നം വന്നാലും അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീഴും. നാം പലപ്പോഴും തകർന്നു വീഴുന്നതും, നാം പലപ്പോഴും നിരാശരാകുന്നതും, നാം പലപ്പോഴും ഡിസപ്പോയിന്റഡ് ആവുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ മൂലം നമ്മൾ ഡിസപ്പോയിന്റഡ് ആവുന്നതിന്റെ ഒരേ ഒരു കാരണം കർത്താവ് എന്ന പാറമേൽ ഉറച്ചു നിന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവവചനത്തിന് അടിസ്ഥിതമായിട്ട് ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്ത് ജീവിക്കാതെ പോകുമ്പോൾ, നമ്മള് അങ്ങനെ അനുസരിക്കാതെ പോകുമ്പോൾ ഒരു വലിയ കാറ്റടിച്ചാലും ഒരു പ്രശ്നം വന്നാലും വീണു പോകാനായിട്ടുള്ള സാധ്യത. ലൂക്കോസ് 12-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന്റെ ആധാരം എന്ന് നമ്മൾ പറയും. ലൈഫ് ഇസ് നോട്ട് മെഷർഡ് ബൈ ഹൗ മച്ച് യു ഓൺ. നാം ഈ ലോകത്തെ സ്വരുക്കൂട്ടി വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല അവന്റെ ജീവന്റെ നമ്മുടെ ജീവന്റെ ആധാരം എന്നുള്ള വാസ്തവം നാം ഈ ശ്രമിക്കുന്നതെല്ലാം അതാണ്. ടു ഹോൾഡ് തിങ്സ് ഫോർ ourselves. അത് സമയമായിരിക്കാം, ടാലൻസ് ആയിരിക്കാം, നമ്മുടെ വസ്തുവകകളായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നോ, ഹിയർ ഗോഡ് ഈസ് സേയിങ് വാട്ട്? ലൈഫ് ഈസ് നോട്ട് മെഷർഡ് ബൈ ഹൗ മച്ച് യു ഓൺ. റിലേഷൻഷിപ്സ് ആയിരിക്കാം, എന്ത് തന്നെ ആയിരുന്നാലും ലൈഫ് ഈസ് നോട്ട് മെഷർഡ് ബൈ ഹൗ മച്ച് യു ഓൺ. അതിനുശേഷം നമ്മൾ റിച്ച് ഫൂൾ, ധനികനായ മൂഢന്റെ പാരബിൾ നമ്മൾ വായിക്കും. ലോകപ്രകാരം നോക്കുമ്പോൾ ആ ധനികൻ വളരെ വയസ്സായിട്ടുള്ള കാര്യമാണ് ചെയ്തത് അല്ലെ. സ്വന്തമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളരെയധികം ധാന്യം ഉണ്ടാക്കി. ഇപ്പോൾ തന്റെ കളപ്പുരയിൽ അതിന് സ്ഥലമില്ലാത്തത് കൊണ്ട് താൻ പ്ലാൻ ചെയ്യുകയാണ്. ആ ചെറിയ കളപ്പുര ഡിമോളിഷ് ചെയ്ത് ആ ചെറിയ കളപ്പുര തകർത്തിട്ട് വലിയൊരു കളപ്പുര, ഒരു ബിഗർ ബാൺ പണിയാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടെ സാഹചര്യത്തിൽ വളരെ വയസ്സായിട്ട് ലോകപ്രകാരം വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ധനികനായ മനുഷ്യൻ ചെയ്യുന്നത്. പക്ഷേ ദൈവം എന്താണ് അവനെ വിളിക്കുന്നത്? മൂഢ. എന്തുകൊണ്ടാണ് ദൈവം മൂഢ എന്ന് വിളിക്കുന്നത്? Because he was not rich unto God. Rich relationship with God. ദൈവ വിഷയത്തിൽ സമ്പന്നനാകാതെ ഏവനും ഇത് തന്നെ എന്നാ പറയുന്നത്. ദൈവ കാര്യങ്ങളിൽ റിച്ച് അല്ല എങ്കിൽ, ദൈവ വിഷയത്തിൽ അല്ലെ ദൈവത്തോട് അടുത്തല്ല എങ്കിൽ, ദൈവത്തോട് ക്ലോസ് ആയിട്ടുള്ള ഒരു ജീവിതമല്ല നാം നയിക്കുന്നതെങ്കിൽ, ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം
ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്വരുക്കൂട്ടി വെച്ച് ഹോൾഡ് ചെയ്ത് നമ്മുടേതായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഗോഡ് വിൽ കോൾ us ഓൾസോ എ ഫൂൾ. ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുത്ത്, ദൈവത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നാം എന്ന് ജീവിക്കുന്നുവോ അന്ന് നമ്മുടെ ജീവിതം മാറി മറിയും. പ്രിയമുള്ളത്, രണ്ടാമതായിട്ട് അതിന്റെ 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, ഹഗായി പ്രവചനം 1:13. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗായി യഹോവയുടെ ദൂതായി ജനത്തോട് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. I am with you. I am with you. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള അരുളപ്പാട്. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങനെ ശെൽത്തിയേലിന്റെ മകനായ സെരുബാബേലും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനും ഒത്തവണ്ണം ഹഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ട് അനുസരിച്ചു. അപ്പൊ ഒരു ഒബീഡിയൻസ്, ഇവർക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായി. 16 വർഷമായിട്ട് ഈ ഫൗണ്ടേഷൻ സ്റ്റോണിന്റെ പണി മാത്രമേ നടന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് തടസ്സപ്പെട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ വീണ്ടും ഇത് പണിയും എന്നുള്ള ഒരു തീരുമാനമെടുത്ത് അവർ ഒബേ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഉടനെ തുടങ്ങിയില്ല, ഒബേ ചെയ്യാനായിട്ട്, അനുസരിക്കുവാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അനുസരിച്ചത് കൊണ്ടാണോ ദൈവം ഇവിടെ പറയുന്നത് ഐ ആം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഒബേ ചെയ്തതോ അല്ലെ അനുസരിക്കുവാൻ തീരുമാനിച്ചത് കൊണ്ടാണോ എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. പക്ഷെ അപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? ആക്ച്വലി യെരുശലേമിലാണ്, യഹൂദയിലാണ് സംഭവിക്കുന്നത്. 70 വർഷക്കാലം ബാബിലോൺ പ്രവാസത്തിലായിരുന്ന മക്കൾ തിരിച്ചു വന്നു അല്ലെ? അപ്പോൾ അതിനു മുമ്പേ യഹോവയായ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്രവചന പ്രകാരം യിരെമ്യാ പ്രവചന മുഖാന്തരം പറഞ്ഞ 70 സംവത്സരക്കാലം ബാബിലോണിൽ പ്രവാസികളായിട്ട് നിൽക്കുന്ന നിങ്ങൾ തിരികെ വരും എന്നുള്ള പ്രവചനം മൂലമാണ് ഇവര് തിരിച്ചു വന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് കുറെ നാളുകൾക്ക് ശേഷം 16 വർഷത്തിന് ശേഷം അവരനുസരിക്കാതിരുന്നത് കൊണ്ട്, പിന്നെ അവരനുസരിക്കാമെന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രമല്ല ദൈവം ഐ ആം വിത്ത് യു എന്ന് പറയുന്നത്. അതിനു മുമ്പേ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാസ്തവം ആണ് അവിടെ മനസ്സിലായത്. തിരികെ വന്ന ആ റെമനന്റ് ആൾക്കാരോട് കൂടി എപ്പോഴും ദൈവം ഉണ്ടായിരുന്നു. നമുക്ക് പറയാം, ഈ ടെമ്പിള് വീണ്ടും ഈ ദേവാലയം വീണ്ടും പണിയാനായിട്ട് അവർ തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം ദൈവം അവരോട് പറയുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്നുള്ളത്. അല്ല, ഇമ്മാനുവൽ ഗോഡ് ഓൾവേസ് വിത്ത് us. ഇമ്മാനുവൽ എന്ന് പറയുന്ന ദൈവം നമ്മോട് എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആ വലിയ പ്രത്യാശ അതാണ്, ഇമ്മാനുവൽ ഗോഡ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതിന്റെ ഉറപ്പ് എവിടെ? മത്തായി 28:20. ലാസ്റ്റ് വേർഡ് വിച്ച് ജീസസ് സേസ്, ലാസ്റ്റ് വേർഡ് യേശു പറയുന്നത് എന്തുവാണ്? ഐ ആം വിത്ത് യു ടിൽ ദി എൻഡ് ഓഫ് ഡേയ്സ്. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. അതാണ് ഇമ്മാനുവൽ ഗോഡ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്. നാം തെറ്റ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെ നാം ദൈവത്തെ വിഷമിപ്പിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോകുന്നത് കൊണ്ടോ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ആ പ്രതിഭാസത്തിൽ നിന്ന് ഒരിക്കലും ദൈവം മാറിപ്പോകുകയില്ല. ഓൾവേസ് ദൈവത്തിന് വിഷമം വരും. നാം തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പാപം ചെയ്യുമ്പോഴും തെറ്റി ഒഴിഞ്ഞു പോകുമ്പോഴും ദൈവത്തിന് വിഷമം വരും. ബട്ട് ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് us. ആ ഒരു വാസ്തവം നാം ഒരിക്കലും മറന്നു പോകരുത് എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോ ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞതിന് ശേഷം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഹഗായി 1:14 നമ്മൾ വായിക്കുന്നത്, യഹോവ യഹൂദ ദേശാധിപതിയായ ശെൽത്തിയേലിന്റെ മകനായ സെരുബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സ് ഉണർത്തി. He sparked an enthusiasm എന്നാണ് NLT വേർഷനിൽ പറയുന്നത്. ഒബേ ചെയ്യാനും ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കാനും ദൈവത്തോടൊപ്പം നടക്കുവാനും ഒരു എന്തൂസിയാസം നമ്മളുടെ ഉള്ളിൽ സ്പാർക്ക് ചെയ്യുന്നതും ആരാണ്? ആ നമ്മുടെ മനസ്സും ഉണർത്തുന്നത് ആരാണ്? ദൈവം തന്നെയാണ്. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതോ നേടിയെടുക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഫിലിപ്പിയർ
6 നമ്മൾ വായിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. He who began a good work in you will carry it on to completion. ആ ഗുഡ് വർക്ക് ബിഗിൻ ചെയ്തതും ആരംഭിച്ചതും അത് ക്യാരി ഓൺ ചെയ്യുന്നതും ആരാണ്? കർത്താവ്. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നമ്മളിൽ ഓരോരുത്തരിലൂടെയും ചെയ്യും. And for that God is with us. 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ 3-ാമത്തെ അരുളപ്പാട് നമ്മൾ വായിക്കും. ഇപ്പോഴും സെരുബ്ബാബേലേ ധൈര്യപ്പെടുക എന്ന യഹോവയുടെ അരുളപ്പാട്. ബി സ്ട്രോങ്, ബി കറേജിയസ്. ഇത് വീണ്ടും സെരുബ്ബാബേലിനോടും യോശുവയോടും ബാക്കിയുള്ള അവിടുത്തെ ജനങ്ങളോടും ഉള്ള ഹഗായി പ്രവാചകന്റെ യഹോവയുടെ അരുളപ്പാട് ഹഗായി പ്രവാചകനിലൂടെ പറയാണ്, ധൈര്യപ്പെടുക, ബി കറേജിയസ്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ, ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ നമുക്ക് ഡിസ്കറേജ്മെന്റ്സും ഡിസപ്പോയിന്റ്മെന്റ്സും വിഷമങ്ങളും സങ്കടങ്ങളും നിരാശകളും നിരുത്സാഹങ്ങളും എല്ലാം ഉണ്ടാവും. അത് പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് അവർ ലൈഫാണ്. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ദിനചര്യയിൽ എപ്പോഴുമുള്ള കാര്യം. അത് ജീസസ് പ്രോമിസ് ചെയ്തിട്ടുമുണ്ട്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33 നമ്മളത് വായിക്കുന്നത് അതാണ്. നിങ്ങൾ ഈ ലോകത്തിലുള്ളപ്പോൾ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, ഉണ്ടായിരിക്കാം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. There will definitely be problems. അത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് വളരെ ഒരു സുഗമമായ ഒരു ജീവിതം നമുക്ക് തന്നാൽ പോരായിരുന്നോ? ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, അന്വേഷിച്ചു കഴിഞ്ഞവരുടെ റോഡ് വളരെ സുഖമായിരിക്കും, ഒരു കേക്ക് വാക്ക് ആയിരിക്കും എന്ന് ദൈവത്തിന് അങ്ങ് തീരുമാനിച്ചാൽ പോരാ. അല്ല, നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. Because the world hated Jesus first, the world hates us also. ഈ ലോകം എന്ന് പറയുന്നത് ആരുടെ അധീനതയിലായിപ്പം? പിശാചിന്റെ അധീനതയിലുള്ള ഈ ദൈവത്തിലെ ഓരോ വ്യക്തികളെയും പിശാചിനോടുകൂടെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പിശാചിന്റെ അജണ്ട. അതിൽ നിന്നാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച് അവന്റെ മക്കളാക്കി തീർത്തിരിക്കുന്നത്, അല്ലെ? അപ്പോ പിശാചിന് അത് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പിശാചിന്റെ അജണ്ട എന്തുവാ? നമ്മളെ നിരുത്സാഹപ്പെടുത്തുക, നമ്മളെ ഡിസ്കറേജ് ചെയ്യുക, നമ്മളെ കൊണ്ട് ഉപയോഗപ്രദമല്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക, കൂടുതലായിട്ട് മറ്റുള്ളവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക, നമ്മളെ ഇനാക്റ്റീവ് ആക്കി തീർക്കുക. ഇതൊക്കെയാണ് പിശാചിന്റെ അജണ്ട. അതിനു വേണ്ടിയിട്ട് സകലവിധമായ രീതിയിലും പിശാച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അലറുന്ന സിംഹം പോലെ ഉഴന്നു നടക്കുന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കും, ചിലപ്പോൾ 2 പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുമായിരിക്കും. യോബിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം തന്നെ 4-5 പേരാണ് ഓടി വന്ന് പറയുന്നത്, നിന്റെ മക്കൾ മരിച്ചുപോയി, നിന്റെ ആടുമാടുകൾ മരിച്ചുപോയി, നിന്റെ ഒട്ടകങ്ങളെ പിടിച്ചോണ്ടുപോയി. ഒരു 4-5 കാര്യങ്ങളാണ് പറയുന്നത് ഒരു ദിവസം, ഒരേ ദിവസം 1 by 1 എന്ന് പറയുകയാണ്. ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ 2 പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുമായിരിക്കാം. പക്ഷെ അപ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ധൈര്യപ്പെട്ടിരിക്കുക. ബി സ്ട്രോങ്, ബി കറേജിയസ്. അത് ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല, ദൈവത്തിൽ ശക്തിപ്പെടുക. കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന് ഉള്ള അരുളപ്പാട് എപ്പോഴും അത് ട്രൂ ആണ് എന്നുള്ള സത്യത്തിൽ വിശ്വസിച്ച് ധൈര്യപ്പെടുക. നമുക്ക് ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം അത് സർവ്വസാധാരണമാണ്, എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിനെല്ലാം ജയിച്ചവനായ ഒരു ക്രിസ്തു നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ഉറപ്പ്. ഞാൻ BJ ട്രാവൻ എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം വലിയൊരു പാട്ടുകാരനായിരുന്നു. വലിയ പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ 60-കൾ 70-കൾ 80-കൾ സമയത്ത് വിജു ജെറമായ ട്രാവൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഭയങ്കര ഹൈ പിച്ചിലൊക്കെ പാടാനായിട്ട് വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹം ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ സെക്യുലർ ആയിട്ടുള്ള ഒരു ബാൻഡില് പാർട്ടായിരുന്നു. ശിവ എന്നാണ് ആ ബാൻഡിന്റെ പേര്. അതിലെ ലീഡ് വോക്കലിസ്റ്റ് ആയിരുന്നു, ഏറ്റവും നന്നായിട്ട് പാടുന്ന ലീഡ് വോക്കലിസ്റ്റ് ആയിരുന്നു. പിങ്ക് ഫ്ലോയിഡ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയിലെ ആൾക്കാരൊക്കെ വന്ന് അദ്ദേഹത്തെ മെന്ററും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ പിതാവ് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. 2000 ഇദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടും. അതോടനുബന്ധിച്ച് ഇദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് വലിയൊരു പ്രശ്നം വരുന്നത് അക്യൂട്ട് ലെരിഞ്ചൈറ്റിസ് ആണെന്നാണ് പറയുന്നത്. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ശബ്ദം പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തന്റെ ജീവിത മാർഗം തന്നെ
ശബ്ദമാണ്. ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരു പാട്ടുകാരൻ, അദ്ദേഹത്തിന്റെ ശബ്ദം പോയി. പാടാൻ കഴിവില്ല, പാടാൻ ഒരു കഴിവുമില്ല, ഒന്നും പാടാനോ സംസാരിക്കുവാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ദൈവത്തോട് അടുക്കും. പിന്നീട് ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് മാത്രം തീരുമാനമെടുക്കുന്നു. ഇദ്ദേഹത്തെ ദൈവം മിറാക്കുലസ് ആയിട്ട് ദൈവം ഹീൽ ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം എറണാകുളത്തിന്റെ പ്രദേശത്തില് ഒരു ചർച്ച നടത്തുന്നു. അനേകരെ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ആ സ്നേഹം, അത് മാത്രമാണ് ഈ വിജെ ട്രവന്റെ പാട്ടുകളുടെ അന്തസത്ത. കേട്ടിട്ടുണ്ടാവും, കരുണാമയിനെ എന്നുള്ള പാട്ടുകളൊക്കെ എല്ലാം കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രം പ്രഘോഷിക്കുന്ന പാട്ടുകളും ആരാധനയും മാത്രമാണ്. പറഞ്ഞു വന്നത്, ദൈവം ഈ സാഹചര്യങ്ങൾ, നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെയും ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും എന്നുള്ള ആ വസ്തുത നാം ഒരിക്കലും മറന്നു പോകരുത്. റോമർ 8:28 നമ്മൾ വായിക്കുന്നു, all things work for good for those who love him and are called according to his purpose. നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ ബി സ്ട്രോങ്, ബി കറേജിയസ്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുക. നാലാമതായിട്ട് 2:14 നമ്മൾ വായിക്കുന്നു, അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ ഈ ജാതിയും എന്റെ സന്നിധിയിലാകുന്നു യഹോവയുടെ അരുളപ്പാട്. അതിനുശേഷം അവരുടെ കൈകളും പ്രവൃത്തിയൊക്കെയും അങ്ങനെ തന്നെ, അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധമത്രേ. ആകയാൽ നിങ്ങൾ എന്നോ ഇന്ന് തൊട്ട് അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധമത്രേ. Everything they do, everything they offer is defiled by sin. ദൈവം എല്ലാം നല്ലതായിട്ട് പോവുകയായിരുന്നല്ലോ, പെട്ടെന്ന് എന്തുവാ ദൈവം ഇങ്ങനെ ഒരു അരുളപ്പാട് തരുന്നത്? അവര് ഒബേ ചെയ്യാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് കൊടുക്കുന്നു. നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോഴും ധൈര്യപ്പെട്ടിരിക്കുക എന്ന് പറയുന്നു. പെട്ടെന്ന് ദൈവം പറയുകയാണ്, all your deeds are defiled by sin. പാപത്താൽ അശുദ്ധമായ മലിനമായതാണ് നിങ്ങളുടെ ഓരോ ഓഫറിങ്സും, ഓരോ പ്രവൃത്തിയും. We should always remember this. നാം എപ്പോഴും ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അഹങ്കാരം വരാതെ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവസന്നിധിയിൽ അശുദ്ധമാണ്. ഒരു പാപബോധത്തോടുകൂടി നാം ഓരോരുത്തരും ജീവിക്കുന്നതിന്റെ ആവശ്യകത നാം എപ്പോഴും ഓർക്കണം. See, we are standing before a holy God. ദൈവത്തിന്റെ സന്നിധിയിൽ, അതിപരിശുദ്ധനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നത്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ കറപ്റ്റഡ് ആണ്. നമുക്ക് തെറ്റായിട്ടുള്ള രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സത്യം, ഒരു വാസ്തവം നാം എപ്പോഴും മറക്കരുത്. 1 കൊരിന്ത്യർ 10:12 നമ്മൾ വായിക്കുന്നു, താൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കട്ടെ, നോക്കട്ടെ. Those who think that you are standing should not fall. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും ചർച്ചിൽ വരുന്നു, എല്ലാ ബൈബിൾ സ്റ്റഡികളും അറ്റൻഡ് ചെയ്യുന്നു, എല്ലാ പ്രാർത്ഥനകളും അറ്റൻഡ് ചെയ്യുന്നു, ഞാൻ എൻ്റെ രാവിലത്തെ ക്വയറ്റ് ടൈം എടുക്കുന്നു, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു ദൈവത്തിന് വേണ്ടിയിട്ട് എന്ന് എപ്പോൾ ചിന്തിക്കുന്നുവോ അപ്പോൾ നമ്മളുടെ ദൈവസന്നിധിയിൽ എപ്പോഴും താഴ്മയോടെ കാത്തിരിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ റിഡംഷൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പ്, ദൈവത്തിന്റെ രക്ഷ എപ്പോഴും നമുക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുവാനായിട്ടാണ് ഹഗായി പ്രവചനം പറയുന്നത്. ദൈവത്തിന്റെ രക്ഷ ഓൾറെഡി കാൽവരി ക്രൂശില് കർത്താവ് മരിച്ചപ്പോൾ അത് തന്നു കഴിഞ്ഞു. അത് നമ്മൾ റിസീവ് ചെയ്തപ്പോൾ നമുക്ക് അതൊരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു വൺ ടൈം ഇവന്റ് ആയിട്ട് നടന്നു കഴിഞ്ഞു. അത് ശരിയാണ്. പക്ഷെ വിശുദ്ധീകരണം എന്ന പ്രോസസ്സിലൂടെ, സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ നാം ഓരോരുത്തരും ഓരോ നിമിഷവും പോകുമ്പോഴാണ് ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളിലൂടെ വെളിവാകുന്നത്. We are all fallen. We are all have fallen short of the glory of God എന്നുള്ള വാസ്തവം നാം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഓരോ പ്രാവശ്യം നാം ഇന്ന് പാടിയതുപോലെ കൃപയുടെ ആവശ്യം നമുക്ക് തോന്നും. ഗ്രേസ്, കൃപയല്ലാതെ ഒന്നുകൊണ്ടും നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടെടുത്ത് വെക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള ഒരു വാസ്തവം. അഞ്ചാമതായിട്ട്, ലാസ്റ്റായിട്ട് 2:23 നമ്മൾ വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇതാണ് ഇതിന്റെ കീ നോട്ട്. എന്റെ ദാസനായി ശെൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലേ,
ഞാൻ നിന്നെ എടുത്ത് മോതിരമാക്കും. യു ആർ സിഗ്നറ്ററി ഇൻ മൈ ഫിംഗർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. യു ആർ മൈ സിഗ്നറ്ററി. മോതിരം. എന്താണ് സിഗ്നറ്ററി? പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു മോതിരമായിരുന്നു. അതായിരുന്നു അവരുടെ സീല്. ആ മോതിരത്തിലുള്ള മുദ്ര വെച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും അവരുടെ അതോറിറ്റി സീൽ ചെയ്തത്. ഇത് ഒരു രാജാവിന്റെ ഫിംഗർ പ്രിന്റ് പോലാണ്, വിരലടയാളം പോലാണ് തന്റെ മുദ്രമോതിരം. ഇപ്പം ഒരു രാജാവിനുള്ള മുദ്രമോതിരം തന്റെ മകനോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന രാജാക്കന്മാർക്കോ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല. തന്റെ മുദ്രമോതിരം തന്റെ ഐഡന്റിറ്റിയാണ്, തന്റെ സീലാണ്, തന്റെ ഫിംഗർ പ്രിന്റ് ആണ്. താൻ മരിക്കുമ്പോൾ തന്റെ ശവശരീരത്തോടൊപ്പം ഈ മുദ്രമോതിരം ഇട്ട് അടക്കം ചെയ്യുന്നതാണ് നാം വായിക്കുന്നത്. സിഗ്നറ്റ് റിംഗ് ഇസ് എൻ ഐഡന്റിറ്റി, ഒരു ഫിംഗർ പ്രിന്റ്. ദൈവത്തിന്റെ വിരലടയാളമാണ് നാം ഓരോരുത്തരും എന്നുള്ള ഒരു ഉറപ്പ്. ഇവിടെ എല്ലാം ശരിയായിട്ട് ചെയ്യുന്ന ഒരു സെരുബാബേലിനെയാണോ നാം കാണുന്നത്? അല്ല. അതിനു മുമ്പ് ഇപ്പൊ വായിച്ചത് എന്താണ്? whatever you do, it's all tainted by sin, tainted by corruption എന്ന് പറഞ്ഞു കഴിഞ്ഞേച്ച് പറയാണ്, you are my signet ring, you are my മോതിരം, your identity is me, you are my precious, നീ എന്റെ സ്വന്തമാണ്, നീ എനിക്കും എന്റെ മാത്രമാണ് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു ദൈവം. സെക്കരിയാവിന്റെ സെക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഇത് യോശുവയെ കുറിച്ചാണ് പറയുന്നത്. ഇതേ മഹാപുരോഹിതനായ യോശുവയെ കുറിച്ച് പറയാണ്. അനന്തരം 1-ാമത്തെ വാക്യം, സെക്കരിയാവ് 3:1. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു. യോശുവ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു, അവൻ ഡിസൊബേ ചെയ്തു, അവന് ഒരു കാരണവശാലും ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല, അവന് സ്വർഗം കാണുവാൻ ഒരു യോഗ്യതയില്ല, അവൻ എൻ്റെ കൂടെ നരകത്തിലേക്ക് വരാൻ മാത്രമാണ് യോഗ്യത എന്ന് പറഞ്ഞ് സാത്താൻ കുറ്റം ചുമത്തുവാൻ, നമ്മളെ ഓരോരുത്തരെയും കുറ്റം ചുമത്തുവാനായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. യഹോവ സാത്താനോട്, വെരി സിമ്പിൾ, സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന I reject all your accusations എന്നാ പറയുന്നത്. I reject all your accusations. നീ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുമായിക്കോട്ടെ, I reject all your accusations. യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ, ജോഷുവ, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. He has been plucked out from eternal hell. ആ പ്ലക്ക് ചെയ്ത് എടുത്ത ആ കമ്പ്, അതിനകത്ത് ഇപ്പോഴും കനൽ ഉണ്ടായിരിക്കാം, ഇപ്പോഴും തെറ്റായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം, തെറ്റായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഹെല്ലിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു തീക്കൊള്ളിയാണ് എന്ന് സാത്താനെ ഓർപ്പിച്ചിട്ട് എന്തോ ഇവിടെ ചെയ്യുന്നേ? 3-ാമത്തെ വാക്യം, യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അറിയിച്ചു. കുഴഞ്ഞ ചേറ്റിൽ കിടന്ന, നമ്മൾ ഇന്ന് പാടിയതാണ്, കുഴഞ്ഞ ചേറ്റിൽ കിടന്ന, മുഴുവൻ അഴുക്കായിരുന്ന, നിത്യ നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മളെ ഓരോരുത്തരെയും വലിച്ചെടുത്ത്, പ്ലക്ക് ചെയ്ത്, അതിൽ നിന്ന് വലിച്ചെടുത്ത് മുഷിഞ്ഞ വസ്ത്രം എല്ലാം എടുത്ത് മാറ്റി ഉത്സവ വസ്ത്രം, നിങ്ങളുടെ അകൃത്യം, നമ്മുടെ ഓരോരുത്തരുടെയും അകൃത്യം എല്ലാം മാറ്റി ഉത്സവ വസ്ത്രം, നല്ല വസ്ത്രം നമുക്ക് തന്ന നമ്മുടെ മുദ്രമോതിരം, നമ്മളെ ഓരോരുത്തരെയും മുദ്രമോതിരം, അവന്റെ മുദ്രമോതിരമാക്കി തീർത്താം, അവന്റെ കയ്യിൽ കിടക്കുന്ന, അവന്റെ ഫിംഗറിൽ കിടക്കുന്ന മുദ്രമോതിരമാക്കി തീർത്താം. ഈ ഒരു അഷ്വറൻസിൽ നമുക്ക് ജീവിക്കാം. 5 കാര്യങ്ങളാണ് ഹഗായി പ്രവചനത്തിലൂടെ നമ്മളോട് ദൈവം സംസാരിച്ചു. 1, ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ചേർച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ചേർച്ചിന്റെ മീറ്റിംഗ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. 2, live with an assurance that I am with you always. Emmanuel, God is always with us. 3, ഡിസ്കറേജ്മെന്റ്സ്, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ വരും, ധൈര്യപ്പെട്ടിരിക്കുക, be strong, be courageous, cling on to God. 4, പാപിയാണെന്നുള്ള ഒരു സ്ഥിരമായ ബോധ്യത്തോടു കൂടി ജീവിക്കുക. ദൈവം നമ്മളെ കഴുകി ശുദ്ധീകരിച്ചതാണ്, പക്ഷെ എന്നാലും I can only do things which my corrupted self would allow me to. ദൈവം നമ്മളെ ശക്തീകരിക്കും, ദൈവം നമ്മളെ വഴി നടത്തും, പക്ഷെ ആ പാപബോധത്തോടു കൂടി ജീവിക്കും. 5, whatever it is, we are God's signet ring.
നമ്മളെ ദൈവത്തിന്റെ മുദ്രമോതിരം ആണെന്ന് ഓർത്ത് ജീവിക്കുക. ദൈവം നമ്മളെ സഹായിക്കും. സ്നേഹമായ ദൈവമേ, അങ്ങനെ സ്ഥലത്തിലേക്ക് വരുവാനായിട്ട് ഇടയാക്കിയ കൃപയ്ക്കായിട്ട് ഓർത്ത് സ്തോത്രം വരും. കർത്താവേ, മകായി പ്രവചനത്തിലൂടെ ഞങ്ങളോടൊന്ന് സംസാരിച്ചതിനായിട്ട് ഓർത്ത് സ്തോത്രം. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ. മുഷിഞ്ഞ വസ്ത്രം അത് ആദാം ചെയ്ത പാപം മൂലമുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങളല്ല, ഞങ്ങളുടെ ചോയ്സസ് ഉണ്ടായിരുന്നു കർത്താവേ. ഞങ്ങളുടെ കറപ്റ്റഡ് നേച്ചറിൽ, ഞങ്ങളുടെ ചോയ്സസിൽ ഞങ്ങൾ തെറ്റ് ചെയ്ത് അങ്ങയെ ദുഃഖിപ്പിച്ച് അങ്ങയെ വിഷമിപ്പിച്ച് ജീവിച്ചതിനാൽ ഉണ്ടായിരുന്ന ആ മുഷിഞ്ഞ വസ്ത്രം എല്ലാം കഴുകി അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഉത്സവ വസ്ത്രം ഞങ്ങളെ ധരിപ്പിച്ചതിനായിട്ട് താങ്ക് യു ഫോർ റിജക്റ്റിംഗ് ഓൾ അക്യൂസേഷൻസ് which the devil will point against me. All the fingers that point against me in front of you, you reject. എന്നുള്ള ഉറപ്പിനായിട്ട് ഓർമ്മിച്ചു. ഒരു കണ്ടംനേഷനും ഒരു ശിക്ഷാവിധിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇല്ലാത്തതിനായിട്ട് ഓർമ്മിച്ചു. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ ദൈവമേ, അങ്ങേക്ക് ഇമ്പോർട്ടൻസ് തന്നുകൊണ്ട്, അങ്ങേക്ക് പ്രയോറിറ്റി തന്നുകൊണ്ട്, അങ്ങയുടെ വചനത്തോടുള്ള ആ ഒരു സ്നേഹം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചതിനായിട്ട് അപേക്ഷിക്കുന്നു. അങ്ങയെ കൂടുതൽ അറിയുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങ് നോക്കിക്കോളും എന്നുള്ള ഉറപ്പിനായിട്ട് ഓർമ്മിച്ചു. ഇതൊക്കെയും ഓൾ ആർ ബേസിക് നീഡ്സ് യു വിൽ ടേക്ക് കെയർ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ കടഭാരം എല്ലാം മാറും, ഞങ്ങളുടെ രോഗാവസ്ഥ മാറും, ഞങ്ങൾക്ക് ഹെൽത്ത് തരും, എല്ലാം അങ്ങ് ടേക്ക് കെയർ ചെയ്തുകൊള്ളും. ഞങ്ങൾ ഇറ്റേണിറ്റി ടേക്ക് കെയർ ചെയ്ത ദൈവം ഞങ്ങൾ ഈ കൊച്ചു കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യും എന്നുള്ള ഉറപ്പിൽ ജീവിക്കുവാൻ, അങ്ങയോട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ നന്ദി കരുതുന്നു. കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ സഹോദരം വചനങ്ങളുടെ പേരും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരും ഉണ്ടാകുന്നു.